ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയ രീതിയിൽ എങ്ങനെ മീനെ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനെ എങ്ങനെ അടിച്ചെടുക്കാവുന്നത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ അത് വെള്ളത്തിൽ നിൽക്കുന്ന മീനിൻ്റെ ഒരു മീനാണ്. അപ്പോൾ അതിന് എങ്ങനെ മേളിൽ നിൽക്കുന്ന നമ്മൾ മേളിൽ നോക്കുമ്പം മേളിൽ നിൽക്കുന്നതായിട്ടാണ് മീൻ കാണുന്നത്. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് സ്ക്രീൻ ഷോട്ടിൽ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മുടെ ഈ പേപ്പറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ പേപ്പറിൽ വരച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ മേളിൽ തിട്ടയുടെ മേളിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ കരയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ മീൻ മേളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉണ്ടോ? ഈ മീൻ മേളിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അടി എടുത്തടിക്കുക. ഇതിനെ നേരിട്ടടിക്കാൻ നിൽക്കരുത്. കാരണം നേരിട്ടടിച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല, മേളിൽ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ ഈ മീനിൻ്റെ അടിഭാഗത്ത് നമ്മൾ അടിക്കുക. എപ്പോഴും ഏത് മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ടോപ്പിൽ നിന്ന് എത്ര താഴ്ചയിലാണ് നിൽക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അടി കൂട്ടി അടിച്ചാൽ മതി. ഏതൊരു മീനിൻ്റെ വീതിയും ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. അപ്പോൾ അടി കൂട്ടി അടിക്കുമ്പോൾ കറക്റ്റ് ഇതിനെ വന്ന് കൊള്ളും. ഈ മീൻ വന്ന് കറക്റ്റ് കൊള്ളും. അപ്പോൾ അതുപോലെ അടിക്കുക. ഇതിനെ നേരെ അടിക്കരുത്. ഇതിനെ നേരെ അടിച്ചു കഴിഞ്ഞാൽ അമ്പ് കൊള്ളത്തുമില്ല. നമ്മളൊരിക്കലും നേരെ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൊള്ളത്തില്ല. മേളിൽ കൂടെ പോത്തേ ഉള്ളൂ. അപ്പോൾ ഇതിന് തൊട്ട് താഴെ മീൻ നിൽക്കുന്നത്. നമ്മൾ കരയ്ക്ക് നോക്കുമ്പോൾ മീൻ മേളിൽ നിൽക്കുന്നതാണൊക്കെ തോന്നുന്നത്. പക്ഷേ ഇത് കറക്റ്റ് താഴെ നിൽക്കുന്നത്. അപ്പം മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ മീൻ നിൽക്കുന്നത് മേളിലായിട്ട് നിൽക്കുമെന്നില്ല, നമ്മൾ താഴെ നോക്കി അടിക്കുക. ഈ ഭാഗത്ത് നോക്കി അടിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ ഭാഗത്ത് നോക്കി അടിച്ചാൽ മതി. അടിയിൽ നോക്കി അടിച്ചാൽ മീനിൻ്റെ അടിഭാഗത്ത് നോക്കി അടിച്ചാൽ മതി. അതായത് ആ താഴെ കണ്ട ശരി മാർക്കിട്ടിരിക്കുന്നുണ്ടോ അവിടെ നോക്കി അടിക്കുക. നമ്മൾ കരയ്ക്ക് നിന്ന് നോക്കുമ്പോൾ മീൻ കണ്ട ഇങ്ങനെ മേളിൽ കണ്ടോ? കരയ്ക്ക് നിന്ന് നോക്കുമ്പോൾ നമ്മളാണ്ട് ഇങ്ങനെ മേളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ തെറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്നില്ലേ, അതാ നമ്മൾ കരയ്ക്ക് നിന്ന് നോക്കുമ്പോൾ അതുപോലെ നിൽക്കുന്ന മീൻ. അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷോട്ട് അതിൻ്റെ നേരെ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൊള്ളത്തില്ല. അപ്പം അതിൻ്റെ അടി കൂട്ടി അടിക്കുക. അപ്പോൾ ഈ മീനിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ മീനിൻ്റെ വലിപ്പം നോക്കി നോക്കി അടിക്കുക. ഒരുപാട് താത്തടിക്കരുത്. ആ മീനിൻ്റെ വലിപ്പം നോക്കി അടിയിലടിച്ചാൽ മതി. കറക്റ്റ് ആ ശരി മാർക്ക് കൊടുത്തിരിക്കുന്നതിനകത്ത് കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കൊള്ളും. അപ്പോൾ അത്രയും പൊസിഷനിലാണ് മീൻ നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരിക്കലും നമ്മൾ പൊക്കത്തിൽ നിന്ന് അടിക്കുവാണെങ്കിൽ ഈ മീനെ മേളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ കണ്ട ഇതുപോലെ നിൽക്കുന്ന മീൻ നമ്മളൊരിക്കലും നേരെ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൊള്ളത്തില്ല. ആ മീനിൻ്റെ അടിഭാഗത്ത് നോക്കി അടിക്കുക. അടിഭാഗത്തെന്ന് പറഞ്ഞാൽ ശരിയിട്ടിരിക്കുന്നുണ്ടോ മീൻ, കറക്റ്റ് ആ പൊസിഷനിലായിരിക്കും മീൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ആ മീനിൻ്റെ വലിപ്പം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. വെള്ളത്തിൽ നിന്ന് എത്രമാത്രം മേളിൽ നിന്നാണ് താഴോട്ട് മീൻ നിൽക്കുന്നത്, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെ എയിമിംഗ് പോയിൻ്റ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എയിമിംഗ് പോയിൻ്റ് ഞാൻ കവണ എല്ലാവർക്കും ഒരേ രീതിയിലാണ് കവണ പിടിക്കുന്നത്. അപ്പം കവണ ഞാൻ ഇങ്ങനെ ചരിച്ചാണ് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ചരിച്ചാണ് ഞാൻ പോയിൻ്റ് പിടിക്കുന്നത്. അപ്പോൾ എന്ത് വേണം, നമ്മളിങ്ങനെ നൂത്ത് പിടിക്കുവാണെങ്കിലും ഇതിൻ്റെ സെൻറ്റർ ഉണ്ടോ, ഈ രണ്ട് വര ഉണ്ടോ, ഈ വരയും ഇതിൻ്റെ ഈ വരയും കണ്ടോ, ഇതിൻ്റെ നേരെ സെൻറ്റർ കൊണ്ടുവരണം. ഈ താഴെ നിൽക്കുന്ന മീൻ പൊസിഷനകത്ത് സെൻറ്റർ കൊണ്ടുവരണം. ഉണ്ടോ? ഇതുപോലെ സെൻറ്റർ കൊണ്ടുവരിക. എന്നിട്ട് എയിം ചെയ്യുക. മേളിൽ നിൽക്കുന്നതിനെ എയിം ചെയ്യാതെ ആ മേളിൽ നിൽക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലടിക്കുക. ഇങ്ങനെയും പിടിക്കുക. അത് അവരവരെ വാക്കനുസരിച്ച്. പിന്നെ എങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ചും പിടിക്കാം. കണ്ടോ? മീൻ മേളിലാണേ നിൽക്കുന്നത്, നമ്മൾ അടി കൂട്ടി അടിക്കുന്നതാണ് നോക്കുന്നത്. കണ്ടോ? എയിമിംഗ് പോയിൻ്റ് അതിൻ്റെ അടിയിൽ നോക്കുക. കണ്ടോ? ഈ പോയിൻ്റായിട്ട് എടുക്കുക. അല്ല ഇങ്ങനെ പിടിച്ച് അടിക്കുവാണെങ്കിൽ ഡബിൾ റബ്ബർ ഇടുവാണെങ്കിൽ ഈ പോയിൻ്റ് എടുക്കുക. കണ്ടോ? ഈ പോയിൻ്റ്, അതായത് കണ്ടോ ഈ പോയിൻ്റ് എടുക്കുക. ഇവിടെ 2 റബ്ബർ കിടക്കുവാണെങ്കിൽ ഈ പോയിൻ്റ് എടുക്കുക. ഈ 2 ഹോളിനകത്താണേ ഡബിൾ റബ്ബർ ഇടുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഈ പോയിൻ്റ് നോക്കി എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഹോളിലുമായിട്ട് അപ്പോൾ ഇടുവാണെങ്കിൽ ഇതാണ്ട് ഇതിൻ്റെ സെൻറ്റർ
ഈ ഹോളിലുമായിട്ട് നമ്മൾ ഡബിൾ റബ്ബർ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ മീൻ കൊണ്ടുവരുന്നുണ്ടോ, ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ. അല്ല, ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കൊണ്ടുവരിക ഉണ്ടോ. ആ മേളിൽ നിൽക്കുന്ന മീനിൻ്റെ അടിഭാഗത്ത് തന്നെ നമ്മൾ ഈ എയിമിങ് പോയിൻ്റ് പിടിച്ചടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ അതുപോലെ ഈ സ്ലിംഗ് ഷോട്ട് ഇല്ലാത്തവർ ഉണ്ടല്ലോ, കമ്പൊക്കെ വെച്ച് പണിയുന്നവർ, അവർക്കും ഇത് തന്നെ ഇങ്ങനെ സെൻറ്റർ ഉണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററായിരിക്കും മീനെ നമ്മൾ കാണേണ്ടത്. അതുപോലെ ഇങ്ങനെ പിടിക്കുവാണെങ്കിലും ഇതിനകത്ത് നമ്മൾ കാണാം, ഇതിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ഉണ്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ മീൻ കാണുക. ഇങ്ങനെ ചരിച്ച് പിടിക്കുവാണെങ്കിൽ ഇതുപോലെ ചരിച്ച് പിടിക്കുവാണെങ്കിൽ ഈ ഒരു സൈഡ് മീനെ കണ്ടാൽ മതിയുണ്ടോ, ഇങ്ങനെ കാണാം. അതെല്ലാം ഒരു കമ്പ് വെച്ച് പണിഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് എയിമിങ് പോയിൻ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കണ്ടോ ഈ വെട്ട് കണ്ടോ, കണ്ടോ ഈ വെട്ടിനകത്താണ് എയിമിങ് പോയിൻ്റ് പിടിക്കേണ്ടത്. കണ്ടോ, അതിങ്ങനെയും പിടിക്കുന്നു. കണ്ടോ, അടിയിൽ നിൽക്കുന്ന മീനിൻ്റെ ഉണ്ടോ, അടിയിൽ ഇങ്ങനെ നോക്കിയാൽ മതി. മേളിൽ പിടിക്കരുത്, എയിമിങ് പോയിൻ്റ് എടുക്കരുത്, താഴെ കൊടുത്തെങ്കിലേ മേളിൽ നിൽക്കുന്ന മീൻ അടി കൊള്ളത്തുള്ളൂ. അതിനും ഇങ്ങനെ സെൻറ്റർ പിടിച്ചടിക്കുക. ഇല്ല, ഇങ്ങനെ പിടിച്ചടിക്കാണ്ട് ഈ തുമ്പ് വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം, ഇല്ല ഈ റബ്ബർ നടക്കുന്ന ഈ സെൻറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് അവർ പിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കവണ പിടിക്കുമ്പം നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ടേ നിൽക്കാവും. അതുപോലെ ഇങ്ങനെ ചിറയരുത്, ചിറഞ്ഞൊന്നും നിൽക്കരുത്. ചിറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കൈക്കടി കൊള്ളും. അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് പിടിക്കുക. കണ്ടോ. അതുപോലെ അടുത്തത് ഹാൻഡ് മെയ്ഡ് കവണയുണ്ടോ. ഈ ഹാൻഡ് മെയ്ഡ് ഞാൻ പണിഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ പോയിൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേൽഭാഗം കണ്ടോ, ഈ മേൽഭാഗത്ത് ഈ മുനയല്ലേ, ഈ മുനയാണ് ഞാൻ എയിമിങ് പോയിൻ്റ് നോക്കുന്നത്. ഇങ്ങനെ പിടിച്ചാൽ ഞാൻ അടിക്കുന്നത് ഉണ്ടോ, ഇങ്ങനെ വെച്ചാൽ അടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചടിച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ അടിഭാഗത്ത് തന്നെ നോക്കിയാൽ മതി. ഉണ്ടോ, മേളിൽ നോക്കരുത്, അടിയിൽ. ഇങ്ങനെ വേണമെങ്കിലും വെച്ചടിക്കുക. ഇതെല്ലാവരും അവരൊരു ഇഷ്ടത്തിൽ എങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പിടിച്ചടിക്കുക. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കരുത്, നേരെ നിൽക്കാവും. ഇങ്ങനെ ചരിഞ്ഞൊന്നും നിൽക്കരുത്, നേരെ നിൽക്കാവും. ഉണ്ടോ, അടി നോക്കി അടിക്കുക. അപ്പം മീൻ എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് ആദ്യമേ അത് മനസ്സിലാക്കുക, വെള്ളത്തിൻ്റെ താഴ്ച നിൽക്കുന്നത് മനസ്സിലാക്കുക. അപ്പം അതുപോലെ എല്ലാം കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ. പിന്നെ ഉപയോഗിക്കുമ്പോൾ റബ്ബർ നല്ലതാണെന്ന് നോക്കണം. 2 ദിവസം ഫിഷിങ് കഴിഞ്ഞാൽ റബ്ബർ അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കരുത്. റബ്ബർ പല്ലായിപ്പോവും, പൊട്ടിപ്പോയാൽ നമ്മളറിയത്തില്ല. ചിലപ്പം വന്ന് കണ്ണാടി ഇല്ലെങ്കിൽ കണ്ണാടിക്ക് വന്നടിക്കും. കണ്ണിന് വന്നടിക്കത്തേ ഉള്ളൂ കണ്ണാടി ഇല്ലെങ്കിൽ. അപ്പം കണ്ണാടി ഉപയോഗിക്കുക. ഇതിപ്പം കറക്റ്റ് അല്ലെങ്കിലും ശരി തന്നെ നിങ്ങൾ വിചാരിക്കും നമുക്ക് എപ്പോഴായാലും ശരി തന്നെ നമ്മുടെ എയിമിങ് പോയിൻ്റ് തെറ്റും. പക്ഷെ പഠിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് എയിമിങ് ഇങ്ങനെ പിടിക്കണ്ട. നമ്മളെ കവണ ഇങ്ങനെ കറക്റ്റ് കൊണ്ട് ചെല്ലുമ്പോൾ, ഇങ്ങനെ കറക്റ്റ് കവണ കൊണ്ട് ചെല്ലുമ്പോൾ കറക്റ്റ് അതിൻ്റെ പൊസിഷനിലായിരിക്കും കൊണ്ട് ചെല്ലുന്നത്. ഇങ്ങനെ നമ്മളടുത്തുനിന്ന് ഇങ്ങനെ കൊണ്ട് ചെല്ലുമ്പോൾ കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ നമ്മൾ കൊണ്ട് ചെല്ലും. എപ്പോഴും ഇടത്തെ സൈഡിൽ കവണ നിൽക്കുക, വലത്തോട്ട് നീങ്ങരുത്, ഇടത്തെ സൈഡിൽ കവണ നിൽക്കുക. അപ്പോൾ ഇടത്തെ കണ്ണിൻ്റെ നേരെ ഈ പോയിൻ്റ് കൊണ്ടുവരിക. ഈ പോയിൻറ്റും അതിൻ്റെ നേരെ തന്നെ മീനെയും കൊണ്ടുവന്ന് അടിച്ചാൽ മതി. പിന്നെ ഡാർട്ട് നമ്മളെ ചെള്ളയിൽ എവിടെ സെറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കുക. ഒരു കാരണവശാലും റബ്ബർ വളയോ തിരിയോ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അവൻ പണി കിട്ടും. അതെന്തോന്ന് ഞാൻ കാണിക്കാം. അപ്പം റബ്ബർ കണ്ടോ, അതുകൊണ്ട് കറുത്ത കണ്ടോ, ഇത് കീറിപ്പോകുന്നത് കണ്ടോ, ഇതുപോലെ കീറും. അത് നമ്മൾ ഫിഷിങ് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിൽ നിന്ന് ഉണ്ടോ, ഇതിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് കീറുന്ന, ഇങ്ങനെ കിടക്കുമ്പോൾ കീറുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് കീറിപ്പോകുന്നതാണ്. അവർ ഫിഷിങ് കഴിഞ്ഞതിനെന്താണ്ട് ഇങ്ങനെ ഒന്ന് ലൂസാക്കി ഇടുക. രണ്ടിടത്തും ഇങ്ങനെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മളെ കവറിനകത്തെടുത്ത് സെറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇങ്ങനെ ടൈറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിഞ്ഞിരിക്കും. ഇവിടെ നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞിരിക്കും. അപ്പം ഇല്ല ചൂടുകൂടെ ആകുമ്പോഴത്തേന് കീറും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ചുറ്റി കിടക്കരുത്, ഇങ്ങനെ നേരെ കിടക്കാവൂ. ഇതിൻ്റെ ഈ ബ്രൈഡിൻ്റെ സെൻറ്ററായിരിക്കണം നമ്മൾ ഡാർട്ട് കൊണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും സൈഡ് പോകരുത്. ഈ 2 സൈഡിലോട്ട് ഡാർട്ട് പോയി കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ കയറും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക.
ഇതിൻ്റെ സെൻറ്റർ ആയിരിക്കണം ഡാർട്ട് ഇങ്ങനെ കൊളുത്തിയിടേണ്ടത് കേട്ടോ. ഇങ്ങനെ കൊളുത്തിയിടുക. മീനിൻ്റെ അടിഭാഗത്ത് നോക്കുക. കണ്ടോ ഡാർട്ട് വിട്ടാൽ മതി. അടിഭാഗത്ത് കൊടുത്ത് ഇങ്ങനെ ഇടാമെങ്കിൽ കറക്റ്റ് മീൻ കൊള്ളുകയും ചെയ്യും. അത് കുറച്ച് നാളേ ഉള്ളൂ, കൂടിപ്പോയ 4 ദിവസം ഇല്ല 5 ദിവസം. ഇങ്ങനെ ഒന്ന് മെനക്കെടാമെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ ആൾ കൂടി ഇരിക്കാൻ നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള ടെൻഷൻ അടിക്കലും. അടിച്ചു നോക്കുക, കിട്ടുമെങ്കിൽ കിട്ടും. ഇതുപോലെ താത്തടിച്ചാൽ മതി. എനിക്ക് അങ്ങനെ ഒത്തിരി പറ്റിയിട്ടുണ്ട്, ഒത്തിരി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അത് നമ്മൾ വലിയ കാര്യമാക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല, മീനെ പിടിക്കാൻ മാത്രമേ സ്ട്രിംഗ് ഷൂട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ കയ്യിലിടുന്ന സേഫ്റ്റി ഗ്ലൗസ്, സേഫ്റ്റി ഗാർഡ്, ഇതെല്ലാം ഗ്ലൗസ്, പിന്നെ ഒരു ഗ്ലൗസ് എടുത്തിടണം കൈ. ഇതെല്ലാം നമ്മൾ കയ്യിലെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ മോട്ടർ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളെ നൂലൊന്ന് വലിച്ച് നോക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം സ്ലിംഗ് ഷോട്ടിന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മനസ്സിലാത്തവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ ഒന്നുകൂടെ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് സിംഗിൾ റബ്ബറാണ്. ഇതിൻ്റെ ഡാർട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സെൻറ്റർ നിൽക്കണം ഡാർട്ട്, ഒരിക്കലും സൈഡിലോട്ട് പോകരുത്. അപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ ടൈറ്റേ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ നിൽക്കണം, ഡാർട്ട് കൊടുത്തിടുമ്പോൾ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ 2 റബ്ബറിൻ്റെ വലിവ് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എനിക്കുള്ള പുതിയ ഡാർട്ട് ഇന്നലെ വരുമെന്നും പറഞ്ഞിരുന്നതാ. അപ്പോൾ ഇന്നാ സംഭവം വന്നത്. അത് ഇതുണ്ടെങ്കിലേ നമുക്ക് പരിപാടി നടക്കത്തുള്ളൂ. എൻ്റെ ഹാൻഡ് മെയ്ഡൊക്കെ തീർന്നു പോയി. ഹാൻഡ് മെയ്ഡ് ഡാർട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോയി. അപ്പം എനിക്ക് വന്നിട്ടുള്ള ഡാർട്ട് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഇത് മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, അത് തന്നെ മതിയായിരുന്നു. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് 2 മേടിച്ചു കേട്ടോ. ഇതുകൊണ്ടാണ് തന്നെ നമുക്ക് വാഹ പിടിക്കാൻ പോകണ്ടേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഓക്കെ, ഇതിൽ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇവരെ പറഞ്ഞു വിടണ്ടേ, നിങ്ങൾക്ക് വേണ്ടി ഇവരിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോക്കോ. ഓക്കെ ടാറ്റ, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ടാറ്റ, വീഡിയോ നമുക്ക് കാണാം കേട്ടോ.